രാവിലെ തന്നെ വെസലിന്റെ പേരും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടൊരു ഇഷ്യൂ നടക്കുകയാണ്. കാരണം വെസലില് പാത്രങ്ങൾ കഴുകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. പിന്നെ അനീഷിന് ഇന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, മനഃപൂർവ്വമാണ് അനീഷ് ഓരോന്നും അനാവശ്യത്തിന് ദേഷ്യപ്പെടുന്നത്. നിങ്ങൾക്ക് അത് തോന്നിയോ? ഈ കട്ടിലെ പേര് എന്റെ കാണുന്നില്ല, സ്റ്റിക്കർ പോയി, അതുപോലെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അല്ല, നമ്മുടെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതുകൊണ്ട് ഞാനൊരു ഓപ്പൺ നോമിനേഷൻ ചെയ്യുന്നു അതൊക്കെ പറയുന്നത് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? പുള്ളിക്കാരന് ഒരു കണ്ടന്റ് ഇല്ല എന്ന് കരുതിയിട്ട് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണോ ഇത് ചെയ്തത്? പിന്നെ പ്രവീണും അനുമോളും തമ്മിലൊരു ലവ് കോംബോ ഉണ്ടോ? അതെന്താ പറയാനുള്ള കാര്യം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് ഷഹീർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ എടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പം നേരെ വീഡിയോയിലേക്ക് പോയാലും. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ ഒരു കണ്ടന്റ് മൊത്തം എന്താണെന്ന് ചോദിച്ചാൽ വെസൽ ക്ലീനിങ് ആണ് പ്രശ്നം. മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. കാരണം ആദ്യം തന്നെ ജിസയിൽ മസാനയോട് കിച്ചന്റെ പാത്രങ്ങൾ വൃത്തിയാക്കാത്തത് എന്താണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ജിസയിലും ബിന്നിയോട് പറയുന്നുണ്ട് ഈ പാത്രം എവിടെയാണ്, അത് വെസൽ ടീമിന്റെ ഒരു കാര്യമാണ്. കാരണം ഒരു പാത്രം അവിടെ ഉണ്ടെങ്കിൽ കഴുകണം. പക്ഷെ ബിന്നി പറഞ്ഞൊരു കാര്യമുണ്ട്, പാത്രം വെസലിലാണ് വെക്കേണ്ടത്, കഴുകാനുള്ള പാത്രങ്ങൾ വെസലിൽ വെക്കണം, അവിടെയുള്ള പാത്രങ്ങളെ നമ്മൾ കഴുകത്തുള്ളൂ. അത് ഓക്കെ, സമ്മതിക്കുന്നു. അത് പിന്നെ പറഞ്ഞ പോയിന്റ് ആണ്. കാരണം ഇവിടെ പാത്രം ഇരിക്കുന്നത് മറ്റേ ഗ്യാസ് സ്റ്റൗ ഇല്ലേ, ഗ്യാസ് സ്റ്റൗവിന്റെ അടുത്തായിട്ടാണ് ഈ വേസ്റ്റ് പാത്രം ഇരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് അവർക്ക് കഴുകേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് തന്നിരിക്കുന്നത് വെസലാണ്. ആ വെസൽ ക്ലീൻ ആക്കാനുള്ളത് ആ പാത്രം അവിടെ തന്നെ വെക്കുക. കളയാനുള്ളതാണ് കളയാനില്ലെന്ന് അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ വെസൽ ക്ലീൻ ആക്കാനുള്ള സാധനം അവിടെ തന്നെയാണ്. അപ്പൊ ഈ പേരും പറഞ്ഞിട്ട് ജിസയിലും ബിന്നിയും മസ്താനിയും തമ്മിൽ ഭയങ്കരമായിട്ട് ഒരു ചെറിയൊരു വഴക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഇന്ന് അനീഷിനൊക്കെ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് കൊണ്ടുപോയത്. കാരണം അനീഷിനെ മറ്റേ സുപ്രൂട്ട എന്ന് വിളിക്കുന്നത് അനീഷ് ഇഷ്ടപ്പെടത്തില്ല. ആദിലെയും നൂറയാണ് ആ പേരുണ്ടായി. എന്ന് വെച്ചാൽ സുപ്രഭാതം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അപ്പൊ ആദിലെ കണ്ടുപിടിച്ചൊരു പേരാണ് സുപ്രൂട്ട എന്ന് ഇങ്ങനെ അനീഷിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയണേ, എന്നെ അങ്ങനെ വിളിക്കരുത്, എനിക്ക് ഇഷ്ടമല്ല, മറ്റൊരാളുടെ കൺസേൺ ഇല്ലാതെ അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് അനീഷാണെങ്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ചോദ്യം, ഷാനവാസ് ആണോ ആരോടൊരു കാര്യം ചോദിച്ചു, നിങ്ങൾ ആതിരയാണെന്ന് തോന്നുന്നു, നൂറ ചോദിക്കുകയാണ് നിങ്ങൾ ഷാനവാസിനെ എന്തൊക്കെ വിളിച്ചോ, കഴുത, മരക്കഴുത, എന്തൊക്കെ വാക്കുകൾ വിളിച്ചു, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നിയില്ലേ എന്ന് പറഞ്ഞപ്പോൾ അനീഷ ഒന്ന് കയ്യിൽ നിന്ന് പോയി. പിന്നെയും ആ ഒരു കാര്യം എന്നെ സുപ്രൂട്ട എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആദിലയും നൂറയും ഷാനവാസിന്റെ അടുത്ത്, ഷാനവാസും തമ്മിൽ 3 പേരും കൂടി ഒരു അനീഷിനെ എനിക്കിങ്ങനെ ചൊറിയുന്നുണ്ട്, ഒരു കോമഡി ആയിട്ട്. നല്ല കണ്ടിരിക്കുമ്പോൾ ചിരിച്ചു പോകുന്നൊരു സംഭവമാണ്. അപ്പൊ അനീഷിന് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അനീഷ് ഭയങ്കരമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ വീണ്ടും വെസൽ വൃത്തിയാക്കാത്ത കാര്യം പറഞ്ഞിട്ട് അക്ബർ ബിന്നിയായിട്ട് വഴക്കുണ്ടാകുന്നു. രേന ഫാത്തിമയും ബിന്നിയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. ഇതൊക്കെ അനാവശ്യ വഴക്കാണ്. ശരിക്കും പറഞ്ഞാൽ വെസൽ ക്ലീനിങ് വേറെ ഒന്നുമല്ല. ഈ ജിസയില് ചായ ഉണ്ടാക്കിയപ്പോ 10 പേർക്കുള്ള ചായ ഉണ്ടാക്കിയുള്ളൂ. 10 പേർക്കുള്ള പാത്രത്തിന് ഒരു പാത്രമുണ്ട്. അപ്പൊ അതിൽ 10 പേർക്കേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ വേറൊരു പാത്രമുണ്ട്, അത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയതായിരുന്നു. ആ പാത്രം ക്ലീൻ ആക്കി എന്ന് വെച്ചാൽ കഴുകി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ കേസും പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്തിനാണ് 10 പേർക്കുള്ള, നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കേണ്ടത്, നിങ്ങൾ പറഞ്ഞിരുന്നു നമ്മൾ പാത്രം കഴുകി തരില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബിന്നിക്കൊന്നും അറിയത്തില്ലേ ഇത് രാവിലെ നമുക്ക് ചായ ഉണ്ടാക്കാനുള്ളതാണ്, പാത്രം കഴുകി വെക്കണം, എങ്കിൽ മാത്രമാണ് രാവിലെ ചായ ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ, അവരുടെ സൗകര്യത്തിനല്ല നമ്മൾ പാത്രം കഴുകുന്നൊക്കെ അറിയാൻ പാടില്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ 10 പേർക്ക് ഉണ്ടാക്കി കൊടുത്തു, ഓക്കെ, സമ്മതിച്ചു, എന്നാ പിന്നെ വീണ്ടും ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ആര്യനൊക്കെ പറയുന്നുണ്ട്. അറിയില്ല, അനാവശ്യമായിട്ട് വഴക്കുണ്ടാവുകയാണ് വെസൽ ടീമിൽ ശരിക്കും അനാവശ്യം വഴക്കാണ്. പിന്നെ അവരുടെ ഒരു മാനസിക പ്രശ്നമായിരിക്കും ചിലപ്പോ. കാരണം അവർക്ക് ഒന്നാമതേ മൊബൈൽ ഫോണേ ഇല്ല, ഒരു വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു ആക്ടിവിറ്റി ഇല്ലാണ്ട് നമ്മൾ ടാസ്ക് ചെയ്യുന്നു ഉള്ള രീതിയിലാണല്ലോ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ പ്രഷറും നമ്മൾ നോക്കണം. അവർ പറയുമ്പോൾ നമ്മൾ വിചാരിക്കണം, ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അത് അനാവശ്യം വഴക്കാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വീണ്ടും നമ്മുടെ ആദിലെ നൂറയും സുപ്രൂട്ട എന്നുള്ളൊരു വിളി തുടങ്ങിയാണ്. അപ്പൊ അനീഷ് കുറച്ച് സീരിയസ് ആവുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ സുപ്രൂട്ട എന്ന് വിളിക്കരുതെന്ന്. അപ്പൊ നൂറയും നമ്മുടെ അനീഷ് നമ്മൾ നല്ല വഴക്കുണ്ടാവുകയാണ്. പിന്നെ 6th വീക്ക് നോമിനേഷൻ ആണ്. നൂറയും ജിഷിനും
ന്യൂറക്കും ജിഷിനും ആരും വോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ന്യൂറക്ക് നമ്മുടെ ഇത് കിട്ടി, നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടി. ജിഷിനാണെങ്കിൽ മറ്റേ തുടർക്കഥ പറഞ്ഞതിൽ ജയിച്ചത് ജിഷിനാണ്. അപ്പൊ അങ്ങനെ ന്യൂറയെയും ജിഷിനെയും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇത്തവണത്തെ ക്യാപ്റ്റന് നോമിനേഷൻ ഫ്രീ ഇല്ല എന്നാണ് പറയുന്നത്. അത് കഷ്ടമായിപ്പോയി. കാരണം ഇത്രയും നാൾ കൊടുത്തിരുന്നു, നമ്മളിപ്പോ ഒരു അവസാന സമയത്തൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഇത്രയും നാൾ കൊടുത്തിട്ട് എനിക്ക് കൊടുക്കാതിരുന്നപ്പോ എനിക്കത് വേണ്ടായിരുന്നു തോന്നി. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇപ്പോഴേ എന്താണ് ഇത് വന്നിട്ടില്ല, അപ്പൊ ആ ടൈം ആയപ്പോഴത്തേക്കും പുതിയ ക്യാപ്റ്റൻ ആരാണ് ഇതുവരെ തീരുമാനിച്ചില്ലായിരുന്നു. അതിനുശേഷം എന്താണ് വൈൽഡ് ആർട്സ് ഇല്ല, നമ്മുടെ വൈൽഡ് ആർട്സ് ഇവിടെ തുടർക്കഥയിൽ വന്ന ബാക്കി വൈൽഡ് ആർട്സ് ജിഷൻ ഒഴിക്കാനുള്ള 4 വൈൽഡ് ആർട്സ് ഡയറക്ട്ലി നോമിനേറ്റ് ചെയ്തു. അപ്പൊ ഈ 4 പേരെയും ഇവർക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞൊരു കളിയാണ്. കാരണം ഇതെല്ലാം ഇത് ആര് വോട്ട് ചെയ്യും, ആരും ഈ 4 പേരല്ല, ഈ വീട്ടുകാരെന്തായാലും 4 പേര് വോട്ട് ചെയ്യാനാണ് നിന്നത് അല്ലെ. അപ്പൊ അതങ്ങ് കട്ട് ചെയ്ത് കൊടുത്തു ബിഗ് ബോസ്. ഇനി ന്യൂറയ്ക്ക് ഒരാളും കൂടി ഡയറക്ട്ലി നോമിനേറ്റ് ചെയ്യാൻ പറ്റും, ആര്യനെ. അപ്പൊ അങ്ങനെ ആര്യനെ ഡയറക്ട്ലി നോമിനേറ്റ് ചെയ്തു. അപ്പൊ ആര്യൻ, ന്യൂറ, ജിഷിൻ ഇവർ 3 പേരെ ആർക്കും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ന്യൂറയും ആര്യനും തമ്മിൽ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത കേസ് പോലെ ഒരു ഇഷ്യൂ നടക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ആര്യന് ഇഷ്ടപ്പെട്ടില്ല ന്യൂറ അവനെ ഡയറക്റ്റ്ലി നോമിനേറ്റ് ചെയ്തിട്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഇഷ്യൂ ആണ്. അത് ആര്യൻ പറയേണ്ട കാര്യമില്ല. കാരണം ഒരാളുടെ ഇഷ്ടമാണ് ഒരാളുടെ ഇതെങ്ങനെ പറയണം, ഒരാളുടെ ഇതെങ്ങനെ പറയണം എന്നുള്ളത് ഒരാളുടെ ഇഷ്ടമാണ് ആരെ നോമിനേറ്റ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അത് എനിക്ക് ആര്യന് അനാവശ്യ വഴക്കുണ്ടായിട്ട് തോന്നി. പിന്നെ എല്ലാവരും വോട്ട് ചെയ്യുന്നു. ഇത് വോട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം അനീഷിന്റെ ഒരു കണ്ടന്റ്, ബിഗ് ബോസ് ഞാൻ ഓപ്പൺ നോമിനേഷൻ ചെയ്യാൻ പോവുകയാണ്, എനിക്ക് പറയാനുള്ളത് എന്ന് പറയട്ടെ അനീഷിന്റെ ഒരു കണ്ടന്റ്. എന്നിട്ട് നെവിനാണെങ്കിൽ ഇത് നെവിൻ അറിയായിരുന്നു അനീഷ് ഒരു കണ്ടന്റ് ഇപ്പൊ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ നെവിൻ തന്നെ നല്ല രീതിക്ക് പോയിട്ട് എന്താണ് ഒരു കോമഡി പോലെ ആക്കി. അനീഷാണെങ്കിൽ പറയാണ്, ബിഗ് ബോസ് പറയാണ് അനീഷിന്റെ നോമിനേഷൻ നമ്മള് എടുക്കുന്നില്ല, ബാക്കിയുള്ളവരെ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അനീഷ് പറഞ്ഞു ഓക്കെ ബിഗ് ബോസ്, പക്ഷെ ഞാൻ എല്ലാം നോമിനേഷൻ ഞാനിത് പറയും എന്ന് പറയുന്നുണ്ട്, അറിയില്ല. പിന്നെ നോമിനേറ്റിലാവുന്നത് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത ആര്യൻ, പ്രവീൺ, ലക്ഷ്മി, മസ്താനി ഇവര് 5 പേര് ഡയറക്റ്റ് നോമിനേറ്റ് ആയി. ഇനി അക്ബർ, ബിന്നി, ആദില, അനുമോള്, നെവിൻ, അനീഷ്, അഭിലാഷ്, രന, ഇത്രയും പേരാണ് പിന്നെ ബാക്കി വരുന്നത്. അപ്പോൾ ഇത്രയും പേര് 13 പേരാണ് നോമിനേറ്റ് ആയത്. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും നൂറ പറയാണ്, നൂറ അതിലോട് പറയാണ് നമ്മുടെ ഫാമിലി വരണം എന്നൊരാഗ്രഹമുണ്ട്, കാരണം ഫാമിലി വീക്ക് വരെ നമ്മളവിടെ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂറയുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര സങ്കടം. കാരണം സീസൺ 5 മറ്റേ ആരാണ് നാദിരയുടെ ഫാമിലി വന്നപ്പോൾ ഞാൻ ചോദിച്ചു അവരെ അക്സെപ്റ്റ് ചെയ്തല്ലോ എന്നെനിക്ക് ഓർത്തപ്പോൾ നമ്മളെല്ലാവരും സന്തോഷിച്ചു. കാരണം വീട്ടുകാർ സന്തോഷിച്ചു, നമ്മൾ തന്നെ ഇവിടെ നിന്ന് നമ്മൾ അവരെ അംഗീകരിച്ചല്ലോ. അതേപോലെ തന്നെ നൂറയുടെ ഫാമിലി അംഗീകരിക്കണം എന്ന് അവര് തന്നെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഇതായിപ്പോയി. കാരണം ഫാമിലി വീക്ക് വരെ അവർ പോയാൽ ഉറപ്പായിട്ട് അവർ ആരെങ്കിലൊക്കെ വരണം അല്ലെ, വിളിച്ചു വരുത്തുമായിരിക്കും അല്ലേ. അപ്പോൾ നൂറ അത് ആഗ്രഹിച്ചു. അപ്പൊ എനിക്ക് കണ്ടപ്പോൾ ഈ സങ്കടം ചെറിയൊരു ഇമോഷണൽ ആയിപ്പോയി. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. ക്യാപ്റ്റൻസി ടാസ്കിൽ അഭിലാഷ് വിന്നർ ആവുകയാണ്. പിന്നെ ഒരു ക്യാപ്റ്റൻ ഫൈറ്റ് ആണ് അവിടെ നടന്നത്. ഒരു ക്യാപ്റ്റന്, ഞാൻ ഒരു കാര്യം പറയാം, ഒരു ക്യാപ്റ്റന് ഉള്ള തീരുമാനമാണ് അവരെ ഏത് ജോലിക്ക് വെക്കണം, ഏത് ജോലിക്ക് വെക്കണ്ട എന്നുള്ളത് ക്യാപ്റ്റന്റെ തീരുമാനമാണ്. ശരിക്കും പറഞ്ഞാൽ അഭിലാഷ് സ്ട്രോങ് ആയിട്ട് നിന്നു, ഓക്കെ സമ്മതിച്ചു. പക്ഷെ അഭിലാഷിന്റെ എന്താണ് അപ്പൊ ഈ രനയൊക്കെ ആണെങ്കിൽ അഭിലാഷിന്റെ തലയിൽ കയറി നിറങ്ങാനുള്ള ലൈസൻസ് അഭിലാഷിന് കൊടുത്തു എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ്, കാരണം അഭിലാഷാണ് തീരുമാനിക്കേണ്ടത് ആർക്ക് ആരിനാണെങ്കിൽ എന്നെ അവിടെ ആക്കട ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അഭിലാഷ സമ്മതിക്കുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അഭിലാഷ് ഒരു ക്യാപ്റ്റനാണ്. അപ്പൊ അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ക്യാപ്റ്റൻ ആയിരിക്കുന്ന നേരത്ത് എവിടെയൊക്കെ ആക്കണം അല്ലെങ്കിൽ എവിടെയൊക്കെ ആക്കേണ്ട എന്നുള്ളത്, എവിടുത്തെ ജോലിയിലാക്കണം അതൊക്കെ ക്യാപ്റ്റന് തീരുമാനിക്കണം, അല്ലാതെ അവിടെ ഇരിക്കുന്ന ആൾക്കാരല്ല. ഈ കേസും പറഞ്ഞിട്ട് ജിസയിൽ അനാവശ്യമായിട്ട് വഴക്കണം. കാരണം വെസൽ ടീമിൽ അനീഷിനെ ക്യാപ്റ്റൻ ആയപ്പോൾ എന്തിനാ നിങ്ങൾ എപ്പോഴും അനീഷിനെ ക്യാപ്റ്റൻ, അനീഷ് നമ്മളെയൊക്കെ ഒന്ന് ക്യാപ്റ്റൻ ആക്കുക എന്ന് പറഞ്ഞിട്ട് ജിസയിലും കിടന്ന് പറയാം. അതൊക്കെ ഒരു ക്യാപ്റ്റന്റെ ഇഷ്ടമാണ്, ഒരാളെ ഇങ്ങനെ ക്യാപ്റ്റൻ ആക്കണം അല്ലെങ്കിൽ ഒരാളെ എവിടത്തെ ക്യാപ്റ്റൻ ആക്കുക, ഒരാളെ എവിടെ ജോലിയാക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരെ തീരുമാനിച്ചത്, എന്നാൽ പിന്നെ അവർക്ക് എല്ലാവരെയും തീരുമാനിച്ചാൽ എല്ലാവരും ജോലി ചെയ്താൽ പോരെ. ഇത് അഭിലാഷാണ് തീരുമാനിക്കേണ്ടത്. ഈ കാര്യം പറയട്ടെ, ആര്യൻ, ജിസയില്, രന,
ഇതാണ് നടക്കുന്നത് അവിടെ. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അത് ക്യാപ്റ്റന്റെ തീരുമാനമാണ്. ക്യാപ്റ്റൻ ആരെ ആക്കണം ആരെ ആക്കണ്ട എന്നുള്ളത് ക്യാപ്റ്റന്റെ തീരുമാനമാണ്. അപ്പോൾ അത് പക്ഷെ ക്യാപ്റ്റൻ അഭിലാഷ് കുറച്ചുകൂടെ ട്രൈ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നി ഞാൻ ജോലി, നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്യാൻ വഴി ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നിന്നു. പിന്നെ ഒരു പഞ്ചസാര ഇഷ്യൂ വരെയാണ്. വേറെ ഒന്നുമല്ല, നെവിൻ വന്നിട്ട് ചായയിൽ പഞ്ചസാര ഇടാൻ വന്നു. അപ്പോൾ ജിഷിൻ പറഞ്ഞു പഞ്ചസാര ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഒരു ദിവസം 5-6 പ്രാവശ്യം കുടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ്റെ ഇതാവുന്നുണ്ട്. ഒരു മനുഷ്യൻ 5-6 ഗ്ലാസ് കുടിക്കുന്നതൊക്കെ കുറച്ച് ഓവറാണ്. നമ്മളൊക്കെ ഇവിടെ അവർക്ക് ഞാനൊരു കാര്യമുണ്ട്, അവർക്ക് റേഷൻ്റെ ഒരു ചിന്തയില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ആർക്കും ഒരു ചിന്തയില്ല. എല്ലാവർക്കും ലാവിഷായിട്ട് കഴിക്കണം എന്നുള്ളൊരു ഇതുള്ളൂ. അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഒരു നേരത്ത് ഇപ്പോൾ രാവിലെ 3 ചപ്പാത്തി തന്നെ കഴിക്കണം എന്ന് പറയും നിർബന്ധമുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അവിടെ. 2 ചപ്പാത്തി വെച്ച് കഴിച്ചോ. അപ്പോൾ അവർക്ക് വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും, വീക്കെൻഡ് അവസാനം ആകുമ്പോഴത്തേക്കും അവർക്ക് അത്യാവശ്യം പൊടികൾ ബാക്കി വരില്ലേ. അപ്പൊ ഇവരതൊന്നും ചിന്തിക്കുന്നില്ല. ഇവര് റേഷൻ അനുസരിച്ചല്ലേ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇവർക്ക് ലാവിഷായിട്ട് ഇരിക്കണം, നല്ലോണം കഴിക്കണം, അല്ലെങ്കിൽ ലാവിഷ് ആവണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ഇവർ. ശരിക്കും പറഞ്ഞാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പൊ എല്ലാവർക്കും കഴിക്കണം. 2 പേർക്ക് ഒരാൾക്ക് 2 ദോശ വെച്ച് കഴിക്കണം. അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കണം. ഈ കേസും പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച മനുമോളോട് ഭയങ്കരമായിട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു. 3 ചപ്പാത്തി നമ്മൾ ലാവിഷായിട്ടാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തത്. അങ്ങനെയല്ല, എല്ലാവർക്കും 2 വെച്ച് കൊടുക്കുക. വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല രീതിക്ക് ബാക്കി വരും സാധനങ്ങൾ. അത് വെച്ചിട്ട് നിങ്ങൾ ബാക്കി വെച്ച് കൂട്ടിവിടാൻ നിങ്ങൾക്ക് തന്നെ കഴിക്കാമല്ലോ അവസാനം. ഇതിപ്പോഴേ ഇപ്പൊ ഇവര് ഇങ്ങനെ ലാവിഷം ഒരു 3 ചപ്പാത്തിക്ക് രാവിലെ എടുത്തിട്ട് ഒരു വ്യാഴം ആകുമ്പോഴത്തേക്കും ഇവരുടെ സാധനങ്ങൾ തീരും. പിന്നെ എന്താ ചെയ്യേണ്ടത് ഇവര്? അതാണ്, ഇവര് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പൊ നെവിനാണെങ്കിൽ തന്നെ ഈ 5 നേരമൊക്കെ ഈ ചായ ഇട്ട് കുടിക്കുന്ന ഇപ്പൊ പഞ്ചസാരയും തൈലേക്ക് അവർക്ക് റേഷനുള്ളതാണെന്ന് തോന്നുന്നു. അതെ, അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ 5 നേരം ചായ കുടിക്കുന്ന പുറത്ത് കുടിച്ചോ. നിങ്ങൾ ഈ ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ തന്നെ ഈ 5 നേരം ചായ കുടിക്കുന്നത്, 5 നേരം വെച്ചാൽ 5 പ്രാവശ്യമാണ് ഒരു നേരം ചായ കുടിക്കുന്നത്. അപ്പൊ അതൊക്കെ കുറച്ച് കുറയ്ക്കുക എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ അനീഷിന്റെ ബെഡിലെ സ്റ്റിക്കർ ഇളക്കി വിട്ടെന്നും പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ നടന്നു. എൻ്റെ പൊന്നെ, എൻ്റെ ബെഡിൽ എൻ്റെ കട്ടിലിൽ ഒട്ടിച്ച് വെച്ച സ്റ്റിക്കർ എവിടെ ആരാ കളഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് കൊച്ചു പിള്ളേരെ പോലെ കുറേ വഴക്കുണ്ടാക്കുന്നുണ്ട്. പിന്നെ നടക്കുന്നത് എന്താണ്, ക്യൂടെക്സും വെച്ചിട്ട് അനീഷിന്റെ പേര് ആ ബെഡിന്റെ ഇതിൽ എഴുതി വെച്ചു. ഇതാണ് നടക്കുന്നത്. ചെറിയ കാര്യത്തിനൊക്കെയാണ് നമ്മളുടെ ഇത് എന്താണ് എന്താ പറയുന്നത്, പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്തിനാണോ എന്തോ എനിക്കറിയത്തില്ല. ഇതാണ്. പിന്നെ ലവ് കോംബോ, എനിക്ക് വേറെ ഒന്നുമല്ല, സാബുമാനോട് ഇങ്ങനെ എന്താണ് മറ്റേ വെയിറ്റ് എടുക്കുന്ന കേസ് വന്നപ്പോഴാണ് നമ്മുടെ ആദില സുപ്രൂട്ടനെ പൊക്കണമെന്നൊക്കെ പറഞ്ഞല്ലോ സാബുമാൻ ഈ ആട്ടപ്പൊടി ഇങ്ങനെ എടുത്തോണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണെന്ന് തോന്നുന്നു, ഒരു കോംബോ പിടിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആരോ പറയുന്നുണ്ട് സാബുമാനോട്, ഒരു കാര്യം ചെയ്ത് നീ അനുമോളുടെ ലവ് കോംബോ വെക്ക്. അപ്പൊ അയ്യോ എനിക്ക് വേണമെങ്കിൽ അപ്പൊ അവിടെ ഒരാൾ പറയാണ് പ്രവീൺ നോക്കിക്കോട്ടെ, പ്രവീൺ അനുമോള് കോംബോ. അപ്പൊ ഞാനിത് ആ നേരത്തെ ഒന്നും കാര്യമൊക്കെ എടുത്തില്ല. പക്ഷെ രാത്രി ആയപ്പോഴത്തേക്കും ഇവര് കൈയൊക്കെ പിടിച്ചിട്ടൊരു നമ്മുടെ കൈനോട്ടക്കാരൊക്കെ ചെയ്യുന്ന പോലെ അനുമോളും പ്രവീണും നമ്മൾ ഭയങ്കരമായിട്ടൊരു ഇതൊക്കെ ഞാൻ കണ്ടപ്പോ ഇവർ വീട്ടുകാർ വെറുതെ അല്ലല്ലോ പറയുന്നത്, ഇവരൊക്കെ എന്തോ കിടന്ന് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇങ്ങനൊരു ലവ് കോംബോ ആര്യനും നമ്മുടെ പ്രവീണും അനുമോളും നമ്മളൊരു ലവ് കോംബോ വരുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം അവരുടെ ഇത് കണ്ടിട്ട് ഒരു ലവ് കോംബോ പിടിക്കാനുള്ള ഒരു തന്ത്രമാണോ? അനുമോളാണെങ്കിൽ നല്ല കാണിച്ചിട്ട് ഭയങ്കര ചിരിച്ച് കളിച്ചിട്ടൊക്കെയാണ് പ്രവീൺ തിരിച്ചങ്ങനെ തന്നെ ചിരിച്ചിട്ട് ഇതാക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നതാണ്, ഒരു ലവ് കോംബോ അനുമോളിലും പ്രവീണിലും വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. പ്രവീണാണെങ്കിൽ ഒരാഴ്ചയായിട്ട് വന്നിട്ടുള്ളൂ. ഈ ഒരാഴ്ച കൊണ്ട് അനുമോളോട് ഇഷ്ടമാവോ അറിയത്തില്ല. നമുക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ലവ് കോംബോ വരുന്നുണ്ട്. കാരണം വീട്ടിൽ അതൊരു ചർച്ചയായി ചെറിയ രീതിയിൽ വരുന്നുണ്ട്. കാരണം സാബുമാനോട് അനുമോളോ ലവ് കോംബോ പിടിച്ചോന്ന് പറയുമ്പോൾ ഇല്ല, പ്രവീൺ നോക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീട്ടിലും ഒരു ചർച്ച നടക്കുന്നുണ്ട്, പ്രവീൺ അനുമോളുടെ ഒരു ലവ് കോംബോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അറിയില്ല ഒരു ലവ് കോംബോ വരുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് എപ്പിസോഡിൽ നടന്നത്. പിന്നെ നമ്മുടെ പ്ലസ്സിൽ നടന്നത് രേന ബിന്നോടുള്ള കോംപ്രമൈസ് ആണ് മറ്റേ ചായയുടെ കേസിൽ.
പിന്നെ വരുന്നത് നമ്മളുടെ ജീവിതകഥ. ഷാനവാസിന്റെയും ആര്യന്റെയൊക്കെ ജീവിതകഥ ഉണ്ടായിരുന്നു. അക്ബറിനെയും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ 3 പേരുടെ ജീവിതകഥയാണ്. അത് ഞാൻ പറയുന്നില്ല, കാരണം അത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം. ഇതാണ് ഇതിൽ നടന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എപ്പിസോഡ്? കുഴപ്പമില്ല, ഒരു നോർമൽ എപ്പിസോഡ് കണ്ടന്റ് ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻസി ടാസ്ക്, നോമിനേഷൻ, അങ്ങനത്തെ കുറച്ച് കണ്ടന്റ്, പിന്നെ അനീഷിന് അനാവശ്യമായിട്ട് കുറച്ച് കണ്ടന്റും ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞപ്പോൾ നാളത്തെ എപ്പിസോഡും റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പൊ അതുവരേക്കും